2024 ഒരു പ്രഖ്യാപനം നടത്തിയത്. വയനാട് ചൂരൽമലയിൽ 30 വീടുകൾ KPCC വീട് നൽകിയിട്ടില്ല, കോൺഗ്രസ് വീട് നൽകിയിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ ഇടയിൽ സ്വാഭാവികമായി ജനങ്ങൾ ചോദിക്കും, എങ്ങനെയാണ് മറുപടി കിട്ടുന്നത്? അല്ല, ഞങ്ങളിത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നടന്ന അഭിമുഖങ്ങളിലും അതോടൊപ്പം തന്നെ നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള പല പത്രസമ്മേളനങ്ങളിൽ ചോദിച്ച ഘട്ടങ്ങളെല്ലായിടത്തും ഞങ്ങളിത് പറഞ്ഞതാണ്. ഞങ്ങളവിടെ പ്രഖ്യാപിച്ച വീടുകൾ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ ഞങ്ങൾക്ക് മുമ്പിലുള്ള തടസ്സം അവിടെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതികമായ തടസ്സമാണ്. ആ സാങ്കേതിക തടസ്സം നീക്കിക്കിട്ടിയാൽ ഞങ്ങളെ സംബന്ധിച്ച് വളരെ വേഗത്തിൽ ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ KPCC മേപ്പാടി പഞ്ചായത്തിൽ തന്നെ 2 ഇടങ്ങളിലായി 2 ഭൂമി കണ്ടെത്തുകയും അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആ ഭൂമിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ടി സിദ്ദിഖ് MLA തന്നെ വയനാട് പത്രസമ്മേളനം നടത്തി അതിൻ്റെ സാങ്കേതികമായി സർക്കാരിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടുന്ന ഒരു നടപടി എന്ന് പറയുന്നത് സന്നദ്ധ സംഘടനകൾ വീട് പ്രഖ്യാപിച്ചിട്ടുള്ള സന്നദ്ധ സംഘടനകൾക്ക് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി അവിടെ ഏറ്റെടുക്കുന്ന ഭൂമിയിൽ അവിടെ നിലനിൽക്കുന്ന തടസ്സങ്ങളിൽ ഒരു ഇളവ് നൽകാനോ അല്ലെങ്കിൽ അതിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിൽ പരിഹാരം നൽകാനോ ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ സർക്കാരിൻ്റെ പട്ടികയിൽ വന്നതിൽ നിന്ന് പുറത്തുപോയ ആളുകളും സർക്കാർ പട്ടികയിൽ നിന്ന് ഇപ്പോൾ വീട് ലഭിക്കേണ്ടവരും എന്നാൽ ഇപ്പോൾ നിലവിലെ പട്ടികയിൽ ഇരിക്കുന്ന ആളുകളും അവരുൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ തന്നെ വീട് കൊടുക്കാൻ നിരവധി സംഘടനകൾക്ക് കഴിയും. കോൺഗ്രസിന് മാത്രമല്ല, പല സംഘടനകൾക്കും കഴിയും, എല്ലാ ആളുകൾക്കും കഴിയും. അപ്പോൾ അവിടെയുള്ള പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വീട് കിട്ടുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ കൂടി തീരുമാനമെങ്കിൽ സന്നദ്ധ സംഘടനകളും കോൺഗ്രസും ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രഖ്യാപിച്ച ആളുകൾക്ക് വീട് നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ ഏറ്റെടുക്കുന്ന ഭൂമിയിൽ നിയമ തടസ്സങ്ങൾ ഒഴിവാക്കാനുണ്ട് ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അത് ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല കൂടുതൽ പ്രയാസപ്പെടുത്തുകയാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഒരു നടപടി ഏത് വിധേയനയും കോൺഗ്രസോ ഒക്കെ പ്രഖ്യാപിച്ച വീടുകൾ ആദ്യഘട്ടത്തിൽ കൊടുക്കേണ്ടതില്ല. അതിന് ഞങ്ങൾ നിയമക്കുരുക്കിൽപ്പെടുത്തിയിടുക. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആരംഭിച്ച ഭവന നിർമ്മാണം നിങ്ങൾ കണ്ടതാണ്. ആ ഭവന നിർമ്മാണം ആരംഭിച്ച് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നതിനിടയിൽ അവിടെ കൊണ്ടുപോയി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ തടസ്സം നിൽക്കാൻ വേണ്ടി നോട്ടീസ് കൊടുത്തല്ലോ. അപ്പോൾ പിന്നീട് അത് ഒരു കോടതി പോകേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ സർക്കാർ ഇതിൽ വളരെ ഹൃദയവിശാലതയോട് കൂടിയാണെങ്കിൽ സർക്കാർ കൊടുക്കുന്നതിനപ്പുറത്ത് വയനാട്ടിലെ മേപ്പാടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ആര് വീട് കൊടുത്താലും അതിനെ സ്വാഗതം ചെയ്യണ്ടേ? അതുമായി ബന്ധപ്പെട്ട ഭൂമിയുടെ തർക്കങ്ങളിൽ പരിഹാരം ഉണ്ടാക്കേണ്ടത്. നേരെ തിരിച്ചാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടി അവിടെ 100 വീടുകൾക്കുള്ള സ്ഥലമാണ് ഏറ്റെടുക്കുന്നത്. പാർട്ടി ഏറ്റെടുക്കുന്ന 100 വീടുകളിലാണ് കോൺഗ്രസിൻ്റെ 30 ഭവനങ്ങൾ വെക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് പുറമെ കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം ഇപ്പോൾ ഈ ഘട്ടത്തിൽ പോലും മാധ്യമങ്ങളിൽ തന്നെ വന്ന വാർത്തയ്ക്ക് ശേഷം പോലും പല ആളുകളും ഞങ്ങളെ ബന്ധപ്പെട്ട് വീട് വെക്കാൻ സ്ഥലം നൽകാൻ ഞങ്ങൾക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ ബന്ധപ്പെട്ട ആളുകളടക്കമുണ്ട്. ഞങ്ങൾ ആ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുമ്പോഴും അവിടെയും ഈ സാങ്കേതിക പ്രശ്നത്തിൻ്റെ ഒരു പ്രയാസം അവിടെ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ നിയമപരിശോധന നടത്തുമ്പോൾ ഈ സാങ്കേതിക പ്രശ്നങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ് അത് തുടങ്ങാൻ വേണ്ടി സാധിക്കാതെ നിൽക്കുന്നത്. അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഞങ്ങളല്ല. അവിടെയുള്ള ഭൂമിയുടെ രൂപം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തോട്ടഭൂമി ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ്. സർക്കാർ പണി ആരംഭിച്ചിട്ടുള്ളതും തോട്ടഭൂമിയുമായി ബന്ധപ്പെട്ട സ്ഥലത്താണ് എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ അവിടങ്ങളിലൊരു സർക്കാരിനെ സംബന്ധിച്ച് ഇടപെടാൻ വേണ്ടി സാധിക്കും. ഞങ്ങളൊരു സംഘടന എന്ന നിലയ്ക്ക് ഞങ്ങൾക്കതിൽ പരിമിതികളുണ്ട്. ആ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. നിയമക്കുരുക്കില്ലാത്ത ഒരു ഭൂമി ഞങ്ങൾക്ക് ലഭ്യമായാൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. കോൺഗ്രസ് മത്സരിക്കുന്നില്ല കേരളത്തിൽ, പ്രാവർത്തികമല്ല. ഞങ്ങൾ ശതമാനം ചോദിച്ചില്ലല്ലോ. ഞങ്ങളൊരു ശതമാനത്തെ പറ്റിയിട്ട് പോലും ഞാൻ ഏതെങ്കിലും ഘട്ടത്തിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ കേട്ടോ. ഞങ്ങൾ ഇത്ര ശതമാനം സീറ്റ് എന്നല്ല ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഉയർന്ന ശതമാനം വിജയമാണ് ആവശ്യം. ഉയർന്ന ശതമാനം വിജയം പാർട്ടിക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ആവശ്യം. അതിൽ പരിഗണിക്കാവുന്നതും പിന്നെ അവസരങ്ങൾ കൊടുക്കാവുന്നതുമായ ചെറുപ്പക്കാർക്ക് അവസരങ്ങൾ കൊടുത്താൽ പാർട്ടിയെ സംബന്ധിച്ച് ചെറുപ്പമാണ്, തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ചെറുപ്പമാണ്, പുതിയ തലമുറയ്ക്ക് അവരുടെ പ്രാതിനിധ്യമുണ്ട് എന്ന് ബോധ്യപ്പെടും എന്നുള്ളതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച വിഷയം. അതിൽ കോൺഗ്രസിൻ്റെ പിന്നെ ഒരു ആവശ്യം എന്ന രീതിയിലല്ല ഞങ്ങളിതിനെ കണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ശതമാനം സീറ്റ് എന്ന് പറയാതിരുന്നത്. ഇത്ര ശതമാനം സീറ്റ് കോൺഗ്രസിന്, ഇത്ര ശതമാനം സീറ്റ് മഹിളാ കോൺഗ്രസിന് എന്ന് പറഞ്ഞു പോകുന്നതിൽ അർത്ഥമില്ല. പാർട്ടി അതിവിശാലമായൊരു ബോഡിയാണ്. അതിൽ പല വിധങ്ങളായ പോഷക സംഘടനകളിൽ നിന്നുള്ള ആളുകളുണ്ട്. അപ്പോൾ എല്ലാ ആളുകളെയും പരിഗണിക്കേണ്ട ഘട്ടം പാർട്ടിയെ സംബന്ധിച്ച് വരും. പക്ഷേ കോൺഗ്രസിൻ്റെ റാങ്ക് ആൻഡ് ഫയലിലുള്ള ചെറുപ്പക്കാരെയെങ്കിലും പരിഗണിച്ചാൽ പോലും അതൊരു വലിയ പ്രാതിനിധ്യമാകും എന്നുള്ളതാണ് ഞങ്ങൾ സൂചിപ്പിച്ചത്. ഓക്കെ, താങ്ക് യു.